മലയാള സിനിമ വിജയത്തിലും കളക്ഷനിലും പുതിയ റെക്കോർഡും ചരിത്രവും സൃഷ്ടിച്ച വർഷമായിരുന്നു 2024. പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ആവേശവും ഭ്രമയുഗവും മുതൽ റൈഫിൾ ക്ലബും മാർക്കോയും വരെ നീളുന്നു ആ നിര. തിയേറ്ററുകളിൽ സമീപ വർഷങ്ങളിൽ എങ്ങുമില്ലാത്ത തിരക്കുകൾ കണ്ട വർഷം കൂടിയായിരുന്നു കഴിഞ്ഞുപോയത്. തുടർ വിജയങ്ങളിലൂടെ മലയാള സിനിമ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെയെന്നൊരു ചോദ്യം സംവിധായിക അഞ്ജലി മേനോൻ ഉയർത്തുന്നത്. അഞ്ജലി മേനോനിന്റെ ഈ ചോദ്യം അന്ന് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെയെന്ന ദ ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ടിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അഞ്ജലി മേനോന്റെ പരാമർശം. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ഭ്രമയുഗം, കണ്ണൂർ സ്കോഡ് തുടങ്ങിയ അന്നത്തെ ഹിറ്റ് സിനിമകളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ദ ഹിന്ദുവിലെ റിപ്പോർട്ട്. എന്തായാലും ചോദ്യത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകൾ സിനിമാ മേഖലയിൽ നിന്നും സിനിമയ്ക്ക് പുറത്തു നിന്നുമൊക്കെ വന്നു. ജയ 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 ഹേയും ആട്ടവും പ്രേമലവും അടക്കമുള്ള ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഒരു വിഭാഗത്തിന്റെ പ്രതിരോധം. വെറുതെ വന്നു പോകുന്നതിലും നല്ലത് സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതിരിക്കുന്നത് നല്ലതെന്നായിരുന്നു അന്നത്തെ ആ ചർച്ചയുടെ ഭാഗമായി നടി നിഖില വിമൽ പോലും പ്രതികരിച്ചത്. സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പോയ വർഷം എണ്ണം പറഞ്ഞ ചില സ്ത്രീപക്ഷ സിനിമകൾ മലയാളത്തിൽ പിറന്നിട്ടുണ്ട്. പ്രേമലു, സൂക്ഷ്മദർശിനി, കിഷ്കിന്ധാകാന്ഡം, ബൊഗെയ്ൻവില്ല തുടങ്ങിയ തിയേറ്റർ ഹിറ്റ് ചിത്രങ്ങളിൽ നടിമാർ നടന് തുല്യമായതോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലെങ്കിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂക്ഷ്മദർശിനിയിലും കിഷ്കിന്ധാകാന്ഡത്തിലും നായികമാരുടെ വീക്ഷണകോണിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പോലും. മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യത്തിന് ഫുൾ മാർക്ക് ഉത്തരമായി എത്തിയ ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് അമ്മ കഥാപാത്രങ്ങൾ ഇനി മലയാള സിനിമയിൽ കാര്യമായ ഇടമുണ്ടാകില്ലെന്നുമൊക്കെയുള്ള വാദങ്ങളെ പൊളിച്ചെഴുതുന്ന പ്രകടനമായിരുന്നു ഉള്ളൊഴുക്കിൽ പാർവതിയും ഉർവശിയും കാഴ്ചവെച്ചത്. രണ്ട് പക്ഷങ്ങളിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, അവരുടെ ആത്മസംഘർഷങ്ങൾ ഇരുവരും ഭാവതീഷ്ണതയോടും സൂക്ഷ്മചലനത്തിലൂടെയും പകർന്നാടിയപ്പോൾ ഉർവശിയെ തേടിയെത്തിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു ചിത്രം ആട്ടമാണ്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തെയും ആ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന വ്യാജ സുരക്ഷിതത്വ പുറം തോടിനെയും അഹങ്കാരത്തെയും പൊള്ളത്തരങ്ങളെയുമെല്ലാം ആട്ടം തുറന്നുകാട്ടി. ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സ്ത്രീ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുന്നതെന്ന് ആനന്ദ് ഏകർഷി എന്ന സംവിധായകൻ ആട്ടത്തിലൂടെ വരച്ചുകാട്ടി. അതേസമയം മലയാള ചിത്രം എന്ന ലേബൽ നൽകാനാകില്ലെങ്കിലും മലയാള താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. അപ്രതീക്ഷിതമായി ഉടലെടുക്കുന്ന ബന്ധങ്ങൾ എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുവെന്നത് രണ്ട് സ്ത്രീകളിലൂടെ പായൽ കബാഡിയ ചിത്രത്തിൽ വരച്ചിടുന്നു. മറ്റ് ഇന്ത്യൻ ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീപക്ഷ സിനിമകളിൽ സ്ത്രീകളുടെ കഥാപാത്ര സൃഷ്ടിയിൽ മലയാളം എത്രയോ ഭേദമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഞങ്ങൾ സന്തുഷ്ടരാണെന്ന ചിത്രത്തിൽ നായിക ഗീതുവിനെ ചട്ടം പഠിപ്പിക്കുന്ന സഞ്ജീവിന്റെ ശരിയുടെ ലോകത്ത് നിന്നും ഗീതുവായിരുന്നു ശരിയെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. മഞ്ജുള ശർമ്മയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വാത്സല്യത്തിലെ രാമൻകുട്ടിയും ഇന്ന് വിമർശനത്തിന്റെ ചൂടറിയുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് പാതിരാക്കി വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാലുമടക്കി ചുമ്മാ തൊഴിക്കാനും, തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും, എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും, ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു തല്ലിക്കരയാനും എനിക്കൊരു പെണ്ണിനെ വേണമെന്ന് പറയുന്ന ഇന്ദു ചൂടനിൽ നിന്നും അടിച്ചാൽ ഞാനും തിരിച്ചടിക്കുമെന്ന് പറയുന്ന ജയയിലേക്ക് വരെ മലയാള സിനിമ എത്തിയിരിക്കുകയാണ്.